സമാധാനത്തിന്റെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും പര്യായമായി ലോകം നോക്കിക്കണ്ടിരുന്ന ഗൾഫ് മേഖല ഇന്ന് അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒമാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ മിന അൽ ഫഹാൽ ടെർമിനലിലുണ്ടായ അപ്രതീക്ഷിത സ്ഫോടനവും അതിനെ തുടർന്ന് എണ്ണ വിതരണം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യവും കേവലം ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. സ്ഫോടനത്തെ തുടർന്ന് നിരവധി ഭീമൻ എണ്ണക്കപ്പലുകൾ കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കാഴ്ച ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന അപായ സൂചന ചെറുതൊന്നുമല്ല. കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ ആക്രമണ ഭീഷണികളുടെ നിഴലിലാണെന്ന റിപ്പോർട്ടുകൾ ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഇടയ്ക്കിടെ വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വരുന്നതും ആകാശത്ത് ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നതും ഒരു പുതിയ സാധാരണത്വമായി മാറുമ്പോൾ ഗൾഫിനെ സ്വന്തം രണ്ടാം വീടായി കാണുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ മനസ്സിൽ വലിയ ആശങ്കകളാണ് ഉടലെടുക്കുന്നത്. ഈ അശാന്തിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് സാധാരണക്കാരായ പ്രവാസികളെ എങ്ങനെ ബാധിക്കും? ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെ നേരിടാൻ ഒരുങ്ങുന്നു? വിശദമായി നമുക്ക് പരിശോധിക്കാം. പരമ്പരാഗത യുദ്ധങ്ങളുടെ മുഖച്ഛായ പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ. ശത്രു രാജ്യങ്ങളുടെ വലിയ സൈനിക വ്യൂഹങ്ങൾ അതിർത്തി കടന്നു വരുന്നതിന് പകരം റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറന്നെത്തുന്ന ചെറിയ ഡ്രോണുകൾ ഇന്ന് വലിയ നാശനഷ്ടങ്ങളാണ് വിതയ്ക്കുന്നത്. ഒമാനിലെ മിന അൽ ഫഹാൽ ടെർമിനലിലെ സിംഗിൾ ബോയ് മൂറിംഗ് ബെർത്തുകൾക്ക് സമീപമുണ്ടായ സ്ഫോടനം ഈ പുതിയ യുദ്ധമുറയുടെ ഭീകരത തുറന്നു കാട്ടുന്നു. കടലിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം ബെർത്തുകളിലൂടെയാണ് കപ്പലുകളിലേക്ക് എണ്ണ പമ്പ് ചെയ്യുന്നത്. കേവലം കുറച്ച് $1000 മാത്രം വില വരുന്ന ഒരു ചെറിയ ഡ്രോൺ ഉപയോഗിച്ച് ശതകോടിക്കണക്കിന് ഡോളറുകളുടെ മൂല്യമുള്ള എണ്ണ വ്യവസായത്തെ നിശ്ചലമാക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും അപകടകരമായ വസ്തുത. മനുഷ്യ ശരീരത്തിലെ ഒരു ചെറിയ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം എങ്ങനെ പക്ഷാഘാതത്തിന് കാരണമാകുന്നുവോ അതുപോലെയാണ് ഈ സൂക്ഷ്മമായ ആക്രമണങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുന്നത്. ഇത് കേവലം ഒമാന്റെ മാത്രം പ്രശ്നമല്ല. ഖത്തറിലെ വാതക പാടങ്ങളും UAE-യിലെ വിമാനത്താവളങ്ങളും സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകളും ഇത്തരം ആക്രമണങ്ങളുടെ പരിധിയിലുണ്ട്. ആരുടേതാണ് ഈ ഡ്രോണുകൾ എന്നതിനോ എവിടെ നിന്നാണ് ഇവ പറന്നു വരുന്നത് എന്നതിനോ പലപ്പോഴും വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാകാറില്ല. ഈ അനിശ്ചിതത്വമാണ് ഗൾഫ് മേഖലയുടെ സമാധാനം കെടുത്തുന്ന പ്രധാന ഘടകം. ഗൾഫ് മേഖലയിലെ ഏതൊരു ചെറിയ ചലനവും ഏറ്റവും വേഗത്തിൽ അനുഭവപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹത്തിലാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഗൾഫ് മലയാളികളുടെ വിയർപ്പാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. വിമാനത്താവളങ്ങൾ അടച്ചിടുന്നു, എണ്ണ വിതരണം തടസ്സപ്പെടുത്തുന്നു തുടങ്ങിയ വാർത്തകൾ കേൾക്കുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തൊഴിൽ സുരക്ഷിതത്വത്തെക്കുറിച്ചിട്ടുള്ള ഭയമാണ്. 90കളിലെ ഗൾഫ് യുദ്ധകാലത്ത് പ്രവാസികൾ അനുഭവിച്ച അതേ ഭീതിയുടെ ഒരു പുതിയ പതിപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു സുപ്രധാന വ്യത്യാസമുണ്ട്. ഇതൊറ്റയടിക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു യുദ്ധമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന നിരന്തരമായ ഭീഷണികളാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ എന്ത് ചെയ്യണം എന്ന വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉടനടി ഒരു കൂട്ടപ്പലായനം ആവശ്യമായ സാഹചര്യമൊന്നും നിലവിലില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവയാണ്. മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അവർക്കുണ്ട്. എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുക എന്നത് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള ആദ്യ പടിയാണ്. ഔദ്യോഗിക വാർത്താ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാവുകയും ചെയ്യാതിരിക്കുക എന്നതാണ് പ്രവാസികളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമായ കാര്യം. ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെയും എണ്ണ ടെർമിനലുകളെയും തന്നെ നിരന്തരം ലക്ഷ്യമിടുന്നതിന് പിന്നിൽ വ്യക്തമായ സാമ്പത്തിക അട്ടിമറി ലക്ഷ്യങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ശതമാനം നിറവേറ്റുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ഒമാനിലെ എണ്ണ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചപ്പോൾ തന്നെ കടലിൽ സൂപ്പർ ടാങ്കറുകളുടെ വലിയൊരു നിര രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എണ്ണ വിതരണത്തിനുണ്ടാകുന്ന ഈ ഒരു ചെറിയ തടസ്സം പോലും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമാകും. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കാനും തൽഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇടയാക്കും. ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തികമായി തളർത്തുക എന്നതിലുപരി എണ്ണയെ ആശ്രയിക്കുന്ന ലോക രാജ്യങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ആക്രമികളുടെ തന്ത്രം. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദേശ നിക്ഷേപകർ ഗൾഫ് മേഖലയിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലകൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ എണ്ണ വിപണിയിലുണ്ടാകുന്ന ആഘാതം ഈ മേഖലകളിലെ തൊഴിലവസരങ്ങളെയും ബാധിച്ചേക്കാം. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയിൽ നിന്ന് മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി കൂടുതൽ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഇത് സാമ്പത്തിക ആഘാതങ്ങളുടെ തീവ്രത ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ ഈ അശാന്തി കേവലം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അത് ലോക സമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു നിർണായക വിഷയമാണ്.
അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നും വളരെ ശക്തവും സംയമനത്തോടെയുള്ളതുമായ നയതന്ത്ര നീക്കങ്ങളാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക, ചൈന, ഇന്ത്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർക്ക് ഈ മേഖലയിൽ വലിയ സാമ്പത്തിക തന്ത്രപ്രധാന താൽപ്പര്യങ്ങളുണ്ട്. അമേരിക്ക കാലങ്ങളായി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളുന്നുണ്ടെങ്കിലും സമീപകാലത്ത് ആ സമീപനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടമാണ്. തിരിച്ചടികൾക്ക് പകരം നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ആഗോള സമൂഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം ഒരു പുതിയ നയതന്ത്ര സമവാക്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പല ശത്രു രാജ്യങ്ങളെയും തമ്മിൽ അനുനയിപ്പിക്കാൻ ചൈന മുൻകൈ എടുക്കുന്നത് നാം കണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി വളരെ സങ്കീർണമാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളും ഗൾഫിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും മികച്ച ഉഭയകക്ഷി ബന്ധം പുലർത്തുന്ന ഇന്ത്യ ഒരു ചേരിയിലും ചേരാതെ സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ഒരു പ്രധാന രാജ്യങ്ങളിലൊന്നാണ്. അക്രമങ്ങളെ അപലപിക്കുന്നതിനോടൊപ്പം തന്നെ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട കക്ഷികളിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് സംയുക്തമായ ഒരു മിസൈൽ ഡ്രോൺ പ്രതിരോധ കവചമൊരുക്കാൻ ലോകരാജ്യങ്ങൾ സാങ്കേതിക സഹായം നൽകേണ്ടതിൻ്റെ ആവശ്യകതയും ഇപ്പോൾ സജീവ ചർച്ചയിലാണ്. ചുരുക്കത്തിൽ ഒമാനിലെ എണ്ണ ടെർമിനലിലുണ്ടായ സ്ഫോടനം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പുതിയ കാലത്തെ സുരക്ഷാ ഭീഷണികളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ച ആക്രമികൾക്കും പുതിയ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അശാന്തി പ്രവാസികളുടെ ഇടയിൽ സ്വാഭാവികമായ ഭയം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷിയിലും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അവരുടെ പാരമ്പര്യത്തിലും വിശ്വസിക്കുക എന്നത് മാത്രമാണ് പോംവഴി. ഭരണകൂടങ്ങൾ തങ്ങളുടെ പൗരന്മാരെയും പ്രവാസികളെയും ഒരുപോലെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതേസമയം ലോകരാജ്യങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ സമാധാനം കേവലം ഒരു പ്രാദേശിക ആവശ്യമല്ല, അത് ലോകത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനമാണ്. ഡ്രോണുകളുടെ മുരൾച്ചകൾക്ക് പകരം വികസനത്തിൻ്റെ യന്ത്രനാദങ്ങൾ മാത്രം മുഴങ്ങുന്ന ഒരു ഗൾഫ് മേഖലയ്ക്കായി പ്രവാസി സമൂഹവും ലോകവും ഒരുപോലെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് കുതിച്ചുയർന്ന ചരിത്രമുള്ള ഗൾഫ് നാടുകൾ ഈ അശാന്തിയുടെ കാർമേഘങ്ങളെയും വകഞ്ഞുമാറ്റി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.